ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. അപ്പം നമ്മളിന്ന് ഒരു പപ്പായ കറിയാണ് ഉണ്ടാക്കുന്നത്. പപ്പായ കറി തേങ്ങയൊക്കെ അരച്ചുണ്ടാക്കുന്ന ഒരു കറിയാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ പപ്പായ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് പപ്പായ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയത് ഇട്ടുകൊടുക്കാം. നമ്മൾ ഈ പപ്പായക്ക് കർമൂസ എന്ന് പറയും കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു സവാള നീളത്തിൽ അരിഞ്ഞതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലോട്ട് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് ചെറിയൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പുളിവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് പപ്പായ വേവാൻ ആവശ്യമായ വെള്ളം വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കുക. ഇനി പപ്പായ കറിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പോളം തേങ്ങയുണ്ട്. ഇനി ഇതിലോട്ട് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. 3/4 സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്, ചെറിയ സ്പൂണാണ്. ഇനി ഇതിലോട്ട് 1/2 സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ജീരകം ചേർക്കണം. ഞാനിവിടെ ഇപ്പോൾ ഒരു നുള്ള് ജീരകം ചേർക്കുന്നുള്ളൂ. ഇനി ഇത് കുറച്ച് വെള്ളം ചേർത്ത് മിക്സിയിൽ നിന്ന് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പം നമ്മുടെ പപ്പായൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നേരത്തെ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഈ അരപ്പൊക്കെ ഇട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്ത് പപ്പായക്കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ നോക്കി ചേർത്ത് കൊടുക്കണം. ഇനി ഈ പപ്പായ കറിയിലൊന്ന് താളിച്ചൊഴിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കണം. കടുക് ഒന്ന് പൊട്ടി വന്നാൽ ഇതിലോട്ട് 2 വറ്റൽമുളകും പിന്നെ 2 ചെറിയുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പപ്പായ കറിയൊക്കെ ഇവിടെ നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കറിയൊക്കെ നമ്മുടെ പാകത്തിനുള്ള ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കടുക് താളിച്ചത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കറി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഗ്യാസ് ഓഫ് ചെയ്യുക. ഇപ്പം നമ്മുടെ അടിപൊളി പപ്പായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യണം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയുമായി വരാം. അതുവരെ എല്ലാവർക്കും ബായ്.